പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. നമുക്ക് വേഗത്തിൽ ഒരു വചനം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ദാസനോട് പറഞ്ഞു ഈ ഞായറാഴ്ച വചനം ശുശ്രൂഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ വിഷയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ പല വചനങ്ങളും നമ്മുടെ ഹൃദയത്തിൽ കൂടെ പോയെങ്കിലും ഒരു വചനം എൻ്റെ ഹൃദയത്തിനകത്ത് വളരെ ശക്തമായിട്ട് ഇടപെട്ടു. അപ്പോൾ ഇന്ന് പകൽക്കാലം ഇവിടെ വന്നപ്പോൾ ആ വചനത്തിന് എനിക്കൊരു കൺഫർമേഷൻ കിട്ടി. നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ എൻ്റെ ഹൃദയത്തിൽ ഈ വചനം ഇടപെട്ടപ്പോൾ കർത്താവിൻ്റെ ദാസൻ സച്ചിൻ പാസ്റ്റർ ഇന്ന് ഇംഗ്ലീഷ് മെസ്സേജിൽ കൂടെ അതാണ് നമ്മളെ കേൾപ്പിച്ചത്. ആമേൻ, സ്തോത്രം. ആ നിയോഗപ്രകാരമാണ് ഡെബിമോൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചത്. 38 വർഷം ബെഥേസ്ദ കുളക്കരയിൽ ആരുടെ സഹായമില്ലാതെ, ആമേൻ സ്തോത്രം, മറ്റൊരാളുടെ സഹായമില്ലാതെ എല്ലാവരും തള്ളപ്പെട്ട ഒരു വ്യക്തിയെ ആമേൻ സ്തോത്രം ദൈവം എടുത്ത് ഉയർത്തുന്ന, അവൻ്റെ ടൈമിനെ അവൻ്റെ സീസണെ ചേഞ്ച് ചെയ്യുന്ന ഒരു ദൈവത്തെ ഇന്ന് പകൽക്കാലം കാണുവാനായിട്ട് നമുക്ക് കഴിഞ്ഞു. ഇന്ന് പകൽക്കാലം നമ്മുടെ സീസണെയും നമ്മുടെ ടൈമിനെയൊക്കെ ഗോഡ് വിൽ ചേഞ്ച് യുവർ സീസൺ ആൻഡ് ടൈം. നമ്മുടെ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്ന ഒരു ദൈവമാണ്. ദാനിയേൽ ഹല്ലേലൂയ തൻ്റെ കൂട്ടുകാരുമായി പ്രാർത്ഥിച്ചതിന് ശേഷം ആമേൻ സ്തോത്രം നെബൂഖദ്നേസർ കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥം ദാനിയേലിന് ദൈവം വെളിപ്പെടുത്തിയപ്പോൾ ദാനിയേൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എഴുതിയ ഒരു ഭാഗമാണ് ഈ ഭാഗം. ദൈവത്തെ ആരാധിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ തൻ്റെ അനുഭവങ്ങൾ, ആ എബ്രായ ബാലന്മാരുടെ അനുഭവത്തിൽ നിന്ന് അവരെ ദൈവം മാറ്റിയ അനുഭവങ്ങളെ ഇന്ന് പകൽക്കാലം ഇവിടെ വിവരിക്കുവാനിടയായി. ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ആമേൻ സ്തോത്രം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന് നമുക്കൊരു ന്യായാധിപൻ്റെ കാര്യമാണെന്ന് പകൽക്കാലം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആമേൻ, ആമേൻ. അടുത്ത വാക്യം. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ഇവിടെ ഇഫ്താഹ് അതെങ്കിൽ ന്യായാധിപൻ പുസ്തകം വായിക്കും. 12 ന്യായാധിപന്മാരാണ് യോശുവയ്ക്ക് ശേഷം ഇസ്രായേൽ ഭരിച്ചത്. രാജാവില്ലായിരുന്ന സമയത്ത് ഒരു 6-ാം കാലഘട്ടത്തിലാണ് ഇഫ്താഹിന് വരുന്നതായിട്ട് ചരിത്രം പറയപ്പെടുന്നു. സ്തോത്രം. ഇവിടെ ഇഫ്താഹിൻ്റെ ചരിത്രം ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് ചിന്തിക്കുമ്പോൾ സ്തോത്രം നമ്മൾ വായിച്ച അതിൻ്റെ 1-ാമത്തെ ഭാഗം ഇങ്ങനെയാണ്. ഇഫ്താഹ് ഒരു പരാക്രമശാലിയായിരുന്നു. അവൻ നല്ലൊരു യുദ്ധഭടനായിരുന്നു. യുദ്ധങ്ങളെ നയിക്കുവാൻ കഴിവുള്ളവനായിരുന്നു. സ്തോത്രം. അവൻ്റെ മേൽ ദൈവത്തിൻ്റെ അഭിഷേകമുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇഫ്താഹിനെ തൻ്റെ കുടുംബത്തിൽ നിന്നും തള്ളപ്പെടുവാനിടയായി തീർന്നു. എന്താണ് അതിൻ്റെ കാരണം? ഇഫ്താഹ് ഒരു വേശ്യാപുത്രനായിരുന്നു. ആമേൻ. ഗിലെയാദ് എന്ന് പറയുന്ന സ്തോത്രം ഹല്ലേലൂയ ആ പിതാവിൻ്റെ വേശ്യാസ്ത്രീയിൽ ഉണ്ടായ മകനാണ് ഇഫ്താഹ്. ഇംഗ്ലീഷിൽ നമ്മൾ ജെഫ്ത എന്ന് വായിക്കും. പക്ഷെ അവനെ അവൻ്റെ പിതൃഭവനത്തിൽ നിന്ന് എന്നേക്കുമായി തള്ളിക്കളയുവാനിടയായി തീർന്നു. സ്തോത്രം. അവനെ അനാഥമാക്കി കളഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും നമ്മൾ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. പല സാഹചര്യങ്ങളിൽ നമ്മൾ തള്ളപ്പെട്ടു പോയിട്ടുണ്ട്. ആമേൻ. എത്രയൊക്കെ അഭിഷേകമുണ്ടെന്ന് പറഞ്ഞാലും ചില സമയങ്ങളിൽ നമ്മൾ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ അനുഭവങ്ങൾ ജീവിതത്തിലുണ്ട് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഇവന് കുടുംബ മഹിമകൾ പറയുവാനില്ല. ആമേൻ സ്തോത്രം. അവൻ്റെ സഹോദരന്മാർ ചർച്ചക്കാർ അവനെ ടോട്ടലി തള്ളിക്കളഞ്ഞു. എന്നാൽ അവനെ തള്ളാത്ത ഒരു ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ അനാഥരായി വിടുകയില്ല. ഐ നെവർ ഫോർസേക്ക് നോർ ലീവ് യു. കർത്താവ് പറഞ്ഞൊരു വാക്തത്വമാണ്.
കർത്താവ് പറഞ്ഞ മറ്റൊരു വാഗ്ദത്തമാണ്, ലോക അവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. ആമേൻ, സ്തോത്രം. ഇത്ഥാഖിൻ്റെ മേൽ അഭിഷേകമുണ്ടെങ്കിൽ അഭിഷേകത്തെ തിരിച്ചറിയുവാൻ ഇസ്രായേലിന് കഴിയാതെ പോയി. നിങ്ങളുടെ മേലുള്ള അഭിഷേകത്തെ, ദൈവകൃപയെ തിരിച്ചറിയുവാൻ പലപ്പോഴും കഴിഞ്ഞില്ല എങ്കിലും അത് അറിയുന്ന ഒരു ദൈവമുണ്ടെന്ന് പകൽക്കാലം. നിങ്ങളുടെ കഴിവുകളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. നാം ദൈവവുമായിട്ട് ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ തള്ളിക്കളയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഈ ഇബ്താഹ് അവരുടെ കുടുംബ ജീവിതത്തിൽ നിന്ന്, അവരുടെ പിതൃഭവനത്തിൽ നിന്ന് തള്ളപ്പെട്ടു പോയി. പലരെയും ഇന്ന് പകൽക്കാലം കേട്ടല്ലോ, എത്രയോ പേര് നമ്മളെ തള്ളപ്പെട്ട് പുറത്തേക്ക് നിൽക്കുന്നു. എത്ര പേരെ കർത്താവിന് ഉപയോഗിക്കാനുണ്ടായിരുന്നു. നമ്മളെ യേശു തേടി വന്നില്ല, നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? ഇന്ന് പകൽക്കാലങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ മെസ്സേജ് അതാണ്. നമ്മളെ യേശു നമ്മുടെ അടുത്തേക്ക് വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്തായി തീരുമായിരുന്നു? ഞാൻ എന്തായി തീരുമായിരുന്നു എന്ന് തന്നെ എനിക്ക് നല്ല ബോധ്യമുണ്ട്. സ്തോത്രം. യേശു നമ്മുടെ അടുത്ത് വന്നതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം നമ്മളിങ്ങനെ ഒരുമിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ, ഈ ചർച്ചിനകത്തിരിക്കുന്നത്. നമ്മുടെ പിതാക്കന്മാരെ തേടി വന്ന ഒരു കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മളെ തള്ളിക്കളയാത്ത, ഹല്ലേലൂയ, ഈ കർത്താവിൻ്റെ അടുക്കലേക്ക് നമുക്കൊരിക്കൽ കൂടെ ചെല്ലാം. ഇത്താഖിനെ തള്ളിയെങ്കിലും ദൈവം തള്ളിക്കളഞ്ഞില്ല. നമുക്ക് അടുത്ത ഭാഗം വേഗത്തിൽ വായിക്കാം. അതിൻ്റെ 3-ാമത്തെ വാക്യം. മറ്റുള്ളവർ നോക്കുമ്പോൾ ഈ ഇബ്താഹിൻ്റെ കൂടെ ചില ബലഹീനരായ, ആർക്കും വേണ്ടാത്ത ഒരു കൂട്ടം ആൾക്കാർ ഇബ്താഹിൻ്റെ കൂടെ. സ്തോത്രം. എന്നാൽ ദൈവം, ആമേൻ, അവർക്കെതിരായി, ഇസ്രായേലിനെതിരായിട്ട് ചില ജാതീയ ശക്തികളെ എഴുന്നേൽപ്പിക്കാനിടയായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ കുറേ കാലം കഴിഞ്ഞിട്ട് അമ്മോന്യ ജാതികൾ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാനിടയായി വന്നു. ആ സമയത്താണ് ഇവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടത്. ഞങ്ങൾ ഒരു പരാക്രമശാലിയെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അവൻ്റെ കുടുംബത്തിൻ്റെ മഹിമയെ, അവൻ്റെ സ്റ്റാറ്റസിനെ, ഹല്ലേലൂയ, ആ സോഷ്യൽ സ്റ്റാറ്റസ് ഇല്ലാത്തത് കൊണ്ട് അവനെ തള്ളിക്കളയുവാനിടയായി തീർന്നു. ഒരു സോഷ്യൽ സ്റ്റാറ്റസും ഇല്ലാത്ത ഒരു കൂട്ടം ആൾക്കാരടുത്തേക്കാണ് യേശു കടന്നു വന്നത്. സമൂഹത്തിൽ തള്ളപ്പെട്ടവര്, നമ്മൾ പലപ്പോഴും നമ്മുടെ ചുറ്റും മദ്യപാനികളെയും മറ്റുള്ളവരെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു പക്ഷേ അവരോട് അറപ്പ് തോന്നും. അതുകൊണ്ട് യേശു ചുങ്കക്കാരുടെ അടുത്തേക്ക് വന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ പരീശന്മാർ പറഞ്ഞു, ഇവൻ ചുങ്കക്കാരോടും പാപികളും കൂടെ ഭക്ഷണം കഴിക്കുന്നു. അതാണ് അവർക്ക് ഏറ്റവും വെറുപ്പായി തീർന്നത്. പലപ്പോഴും നമ്മുടെ വിചാരം നമ്മൾ സ്വയം നീതിമാന്മാരായി പലപ്പോഴും തോന്നിയിട്ടില്ലേ? എന്നാൽ നമ്മുടെ കർത്താവ് അശരണരായിട്ടുള്ള, ബലഹീനരായിട്ടുള്ള, ആർക്കും വേണ്ടാത്ത ആൾക്കാരെ തേടി വരുന്ന ആൾക്കാരാണ്, തേടി വന്ന ദൈവമാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനം പൗലോസ് എഴുതുന്നത്, ബലഹീനമായതിനെ, ബലമുള്ളതിനെ ലജ്ജിപ്പാൻ അവൻ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. ആമേൻ. ഒരു ജഡവും ദൈവസന്നിധിയിൽ പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ അവൻ ജ്ഞാനികളെ ലജ്ജിപ്പാൻ ബലഹീനമായതിനെ, പോഷത്വമായതിനെ തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നു. പകൽക്കാലം അമേ കർത്താക്ക് മമ്മിയുടെ കേട്ട സാക്ഷ്യത്തിൽ കൂടെ പോഷരെ പോലെ ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളുടെ സമയങ്ങളെയും കാലങ്ങളെയും മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ഇംഗ്ലീഷ് സർവീസിൽ പറഞ്ഞു, നമ്മളെല്ലാം തികഞ്ഞവരായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് സൗഖ്യം പ്രാപിപ്പാനായിട്ട് കഴിയത്തില്ല. സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? ഓർത്തഡോക്സിലെ ഒരു വൈദികൻ 90-ൽ മർത്തോമയിലെ ഞങ്ങളുടെ നാട്ടിലുള്ള കൺവെൻഷനിൽ പ്രസംഗിച്ച പ്രസംഗം ഇന്ന് പകൽക്കാരൻ്റെ ഹൃദയത്തിലേക്ക് അത് ശക്തമായി ആഞ്ഞടിക്കുവാനിടയായി തീർന്നു. 36-35 വർഷങ്ങൾക്ക് മുമ്പ് ആ വൈദികൻ ഇപ്രകാരം പ്രസംഗിച്ചു, സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. മറ്റുള്ളവരെ തള്ളിക്കളയുമ്പോൾ, അവരെ ഒറ്റപ്പെടുത്തുമ്പോൾ ഇന്ന് പകൽക്കാലം ആമേൻ, നീ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വാ. ഹല്ലേലൂയ. നീ തള്ളപ്പെട്ട ആൾക്കാരെ ദൈവം നിന്റെ മുമ്പിൽ ആമേൻ, സ്തോത്രം, ഉയർത്തി നിർത്തുമ്പോൾ നമുക്ക് ലജ്ജ തോന്നുവാനിടയായിത്തീരും. ഒരുപക്ഷെ നിങ്ങളുടെ പൊസിഷൻ മോശമായിരിക്കാം, ജോലിയില്ലായിരിക്കാം, ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. എന്നാൽ നിങ്ങളുടെ സീസണെ, ടൈമിനെ മാറ്റുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും ആരാധിക്കുന്നത്.
ആമേൻ, നമ്മുടെ മിനിസ്ട്രിയുടെ തലം ആമേൻ ഇപ്പോൾ നോക്കുമ്പോൾ ഒന്നുമില്ലായിരിക്കാം. പക്ഷേ ഒരു സമയം വരുമ്പോൾ ഇതിനെ ആമേൻ മാറ്റുന്ന ഒരു ദൈവമാണ്. ആമേൻ, നിങ്ങളുടെ ശുശ്രൂഷകൾ ഒന്നുമില്ലാതിരിക്കാൻ ഒരു സമയം വരുമ്പോൾ നിങ്ങളുടെ ശുശ്രൂഷകളെ ദൈവം മാറ്റുന്ന സമയമുണ്ട്. അമ്മോനിയർ യുദ്ധത്തിന് വന്നപ്പോൾ ഇസ്രായേലിയർ വിറയ്ക്കുവാനിടയായി തീർന്നു. ആ സമയത്ത് അവർക്ക് യിഫ്താഹിനെ കുറിച്ച് ഓർമ്മ വന്നു. പെട്ടെന്നൊന്ന് ഓടിച്ചു വായിക്കാം അതിൻ്റെ 5-ാമത്തെ വാക്യം. യിഫ്താഹിൻ്റെ ടൈമിനെ ദൈവം മാറ്റുകയാണ്. യിഫ്താഹിൻ്റെ സീസണെ ദൈവം മാറ്റുന്നു. ആമേൻ, മറ്റുള്ളവരെ തള്ളപ്പെട്ട് ആർക്കും വേണ്ടാത്ത കുറെ ബലഹീനരുമായി നടന്ന യിഫ്താഹിനെ ഇസ്രായേലർക്ക് വേണം. ഈ ദൈവസഭയെ ഈ ദേശത്തിന് ആവശ്യമുണ്ട്. ആരും കാണുന്നില്ല. നമ്മളൊരു ഗ്രൂപ്പിലും അറിയപ്പെടുന്നവരായിരിക്കത്തില്ല. നമ്മുടെ ദേശത്ത് വലിയ അറിയപ്പെടുന്ന ഒരു സഭയായിരിക്കത്തില്ല. പക്ഷേ ഈ സഭയുടെ സീസണെ, ടൈമിനെ ദൈവം മാറ്റുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ആലോചന പറയുന്നു. ഒരുപക്ഷെ നമ്മൾ സുവിശേഷം പറയുമ്പോൾ ഇതിലേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടി ശത്രു പല പോരുകളും ഇടുമ്പോൾ, പലതരത്തിലുള്ളതായ പ്രതിസന്ധികൾ കൊണ്ടുവരുമ്പോൾ, നമ്മളൊരാളെ വിളിക്കുമ്പോൾ മറ്റുള്ള ആൾക്കാർ അവരെ പിന്തിരിപ്പിക്കുമ്പോൾ അവർക്ക് ഓർമ്മ വരും ഈ ചർച്ചിനകത്ത് വരണമെന്നുള്ളത്. നാം പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നാൽ മതി. യിഫ്താഹ് ഇവിടെ പ്രാർത്ഥിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ യിഫ്താഹ് ഒരു ദൈവഭക്തനായിരുന്നു. അവൻ ദൈവവുമായിട്ട് ബന്ധമുള്ളവനായിരുന്നു. അതിന് താഴ്ത്തു വായിക്കുമ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഈ ഭാഗങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകത്തില്ല. യിഫ്താഹ് ബലഹീനന്മാരുടെ കൂടെ നടന്നത് ചരിത്രം മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എനിക്ക് വെളിപ്പെട്ടത് യിഫ്താഹ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അവിടെ ചില സന്ധി സംഭാഷണങ്ങൾ നടക്കുന്നുണ്ട്, ചില വാഗ്വാദങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളൊരു സമയത്ത് എന്നെ തള്ളിക്കളഞ്ഞു, നിങ്ങൾക്ക് ആവശ്യം വന്നപ്പോൾ നിങ്ങൾ എന്നെ ഉപയോഗിക്കാൻ വരും. ചിലപ്പോഴൊക്കെ നമ്മളങ്ങനെ പറയാറുണ്ട്. ഒരു സമയത്ത് പലപ്പോഴും നമ്മളെ തള്ളിക്കളഞ്ഞവർ അതേ ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് നിന്നെ എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു വരുന്ന ഒരു ടൈം വരും പ്രിയമുള്ളവരെ. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ യിഫ്താഹ് ഈ സ്തോത്ര ദൗത്യം ഏറ്റെടുക്കുകയാണ്, ഈ മിഷൻ ഏറ്റെടുക്കുകയാണ്. അവർ ഈ യിഫ്താഹിന് കീഴ്പ്പെടുന്നു. യിഫ്താഹ് പറഞ്ഞു, ഒരു കാര്യം ഞാൻ ചെയ്യാം, പക്ഷേ എന്നെ സേനാപതിയാക്കണം. നിങ്ങൾ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ പാലിക്കണം. പക്ഷെ അവനെ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പേ ദൈവസന്നിധിയിൽ മിസ്പായിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് ദൈവത്തിനൊരു പ്രാർത്ഥന കഴിച്ചു. മിസ്പായെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം നിങ്ങൾ എടുക്കണ്ട. അവിടെ ഈ സ്ഥലത്ത് യാക്കോബും ലാബാനും തമ്മിൽ ഉടമ്പടിയുടെ സ്ഥലമാണ്. കാവൽമാടം, വാച്ച് ടവർ എന്ന് പറഞ്ഞ സ്ഥലമാണത്. കല്ലുകൾ ഉയർത്തി ദൈവവും അല്ലെങ്കിൽ യാക്കോബിനും ലാബാനും മധ്യസ്ഥനായി നിന്നൊരു ദൈവം. അതേ മധ്യസ്ഥതയിൽ ഇസ്രായേലിന് വേണ്ടി ആമേൻ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, അമ്മോരുടെയും ഇസ്രായേലിൻ്റെയും നടുവിൽ ആമേൻ ഈ യിഫ്താഹ് നിൽക്കുമ്പോൾ അവന് ദൈവം മധ്യസ്ഥനായി നിൽക്കുവാനിടയായിത്തു. അതിൻ്റെ 11-ാമത്തെ വാക്യം പെട്ടെന്ന് വായിക്കാം. ആമേൻ, തൻ്റെ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറയണം. നിങ്ങളുടെ സങ്കടങ്ങൾ തുറന്നു പറയുവാൻ പറ്റിയ വേദി ദൈവസന്നിധിയാണ്. നിങ്ങളുടെ സീക്രട്ട് പേരിൽ നിങ്ങൾ ആരാണ്, എന്താണെന്ന് തുറന്നു പറയണം. നിങ്ങളുടെ ബലഹീനതകൾ അവനോട് പറയണം. സ്തോത്രം. നിങ്ങളുടെ കഴിവുകേടുകൾ അവനോട് പറയണം. സ്തോത്രം. എബ്രായർ 4:15 വായിച്ചാണ്. എബ്രായർ 4:15. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. അടുത്ത വാക്യം, അതുകൊണ്ട് കരുണ ലഭിക്കുവാൻ തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം വളരെ ബോൾഡായിട്ട് ധൈര്യത്തോടെ പ്രാഗൽഭ്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക.
ഇവിടെ പഴയ നിയമത്തിൽ മിസ്പായാണ് ആമേൻ യിഫ്താഹിന്റെ കൃപാസനം. അവൻ ധൈര്യത്തോടെ യഹോവയുടെ അപ്പൻ്റെ അടുക്കൽ വന്ന് കാര്യങ്ങൾ പറയുന്നത് പോലെ ഒരപ്പൻ്റെ അടുക്കൽ വന്ന് നിങ്ങളുടെ കാര്യങ്ങൾ തുറന്നു പറയണം. പ്രാർത്ഥിക്കാൻ കഴിയാത്തവർ അപ്പൻ്റെ സന്നിധിയിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, കൃപതാപ്പ. വചനം ധ്യാനിക്കുവാൻ കഴിയാത്തവർ അപ്പൻ്റെ അടുത്ത് വന്ന് പറയണം, അപ്പ എനിക്ക് ഈ കൃപ തരണം, എനിക്ക് വചനം ധ്യാനിക്കുവാനുള്ള. എനിക്ക് ദൈവസഭയിൽ 2-3 മിനിറ്റ് പ്രബോധിപ്പിക്കുവാൻ കൃപ തരണം. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രബോധിപ്പിച്ചതിന് ശേഷമുള്ള സമയം മതി നമുക്ക്. അടുത്ത ആഴ്ചയിൽ നിങ്ങൾക്ക് സമയം കിട്ടിയാൽ നിങ്ങൾ ദൈവം പ്രേരിപ്പിക്കുന്ന 2-3 മിനിറ്റ് കഥാദാസം പറയുള്ളൂ. സാക്ഷ്യത്തിന് പ്രബോധമുള്ള സമയത്തിൽ നിങ്ങൾ 2-3 മിനിറ്റ് പ്രബോധിപ്പിക്കുക. ബാക്കി സമയം മതി. എൻ്റെ കാര്യമാണ് പറയുന്നത്, മറ്റുള്ളവരെങ്കിൽ അറിയത്തില്ല. എനിക്കതിന് ശേഷമുള്ള സമയം മതി. ദൈവത്തിൻ്റെ കൃപയാൽ 10-15 വർഷമായി കർത്താവിനെ മിനിസ്ട്രി ചെയ്യുന്നത് കൊണ്ട് ഇനി നിങ്ങൾ എഴുന്നേൽക്കണം. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. അതുകൊണ്ട് തക്ക സമയത്ത് നമുക്കൊരു ഈ കൃപ, ചിലപ്പോൾ നമ്മൾ ഒരു വലിയ പ്രതിസന്ധി നിൽക്കുമ്പോൾ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് 1,00,000 രൂപ വേണം, എങ്ങൊന്നും വഴിയില്ല. ഞാനൊരു ഉദാഹരണം പറയുകയാണ്. അതാണ് ഈ ഇൻ ഡ്യൂ ടൈമിലുള്ള കൃപയെന്ന് പറയുന്നത്. ആ സമയത്ത് ദൈവസന്നിധി കൃപാസനത്തിന്റെ അടുത്ത് മുട്ടുമടക്കുമ്പോൾ ദൈവം ചില അത്ഭുത വഴികളെ തുറക്കുവാനിടയായിത്തീരും. ഒരുട്ടം ദാനിയേൽ സാക്ഷി ഞാൻ കേൾപ്പാനിടയായിത്തീരും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഭവങ്ങളുണ്ടായി. ഇന്ന് പകൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക, കർത്താവേ, ഞങ്ങൾക്ക് ഈ ലോകത്തെ ഒരു സ്വാധീനങ്ങളുമില്ല, ഞങ്ങൾക്ക് ഭരണതലത്തിൽ ഇൻഫ്ലുവൻസ് ഇല്ല, ഞങ്ങൾക്ക് ഇവിടെ ആരെയും അറിയത്തില്ല, ഞങ്ങൾ അറിയുന്ന ഒരു കർത്താവ് ഞങ്ങൾക്കുണ്ടായ. നീ ഞങ്ങളുടെ രാജാതി രാജനാണ്, നീ ഞങ്ങളുടെ കർത്താതി കർത്താവാണ്, നീ ഞങ്ങളുടെ അപ്പനാണ്, എല്ലാത്തിനുപരിയായി നീ എൻ്റെ സ്നേഹിതനാണ്, ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനാണ്. അപ്പോൾ നിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. അവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം ഈ കൃപാസനത്തിന്റെ അടുത്തേക്ക് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയുന്ന ഒരു കർത്താവിൻ്റെ അടുക്കലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ വിഷയങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ ധൈര്യത്തോടെ, വളരെ ബോൾഡായിട്ട്, പ്രാഗൽഭ്യത്തോടെ, ആത്മവിശ്വാസത്തോടെ ഇറക്കി വെക്കുവാൻ യിഫ്താഹ് ഇവിടെ അതാ ചെയ്തേ. അവനെ ബലപ്പെടുത്തി. പക്ഷെ അവനൊരു അബദ്ധം പറ്റി. അവൻ നേർച്ച നേർന്നു. ദൈവത്തിന് നമ്മളെ ഒരിക്കലും ആവശ്യമില്ലാത്ത ബിസിനസ്സുകൾ ചെയ്യുവാനിട വരല്ല. ചില പറയുന്നത് കേട്ടിട്ടുണ്ട്, കർത്താവേ തന്ന പകുതി നിനക്ക് തരാമെന്ന്. ദൈവം അങ്ങനെയുള്ള ഒരു ബിസിനസ്സും നമ്മൾ ചെയ്യരുത്, ഒരു ബിസിനസ്സും ചെയ്യരുത്. കിട്ടുന്നതിൻ്റെ പകുതി നിനക്ക് എന്താ, കർത്താവ് നമ്മുടെ ബിസിനസ് പാർട്ട്ണറാണ്. ഒരിക്കലും അങ്ങനെ ഒരു ദൈവോധന അനുശാസിക്കുന്നില്ല. പ്രത്യേകിച്ച് പുതിയ നിയമ ടീച്ചിങ്ങിൽ അനുശാസിക്കുന്നില്ല. യിഫ്താഹിന് അബദ്ധം പറ്റി. അവർ നേർച്ച നേർന്നു. അവൻ പറഞ്ഞ യുദ്ധം ജയിച്ചു വരുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ആരാണ് എൻ്റെ ഭവനത്തെ ആദ്യം എതിരേറ്റവർ, അവനെ നിനക്ക് വേണ്ടി തരാമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ദൈവം അവനോട് എന്തെങ്കിലും ചോദിച്ചോ? ദൈവം എന്തെങ്കിലും കണ്ടീഷൻ ചോദിച്ചിട്ടുണ്ടോ അവനെ യുദ്ധത്തിലേക്ക് വിട്ടത്? ദൈവം നമ്മുടെ കണ്ടീഷൻ ചോദിക്കില്ല. അൺകണ്ടീഷൻ ലവ് ആണ് ദൈവത്തിൻ്റെ. ദൈവം നമ്മുടെ കണ്ടീഷൻ വെക്കുന്നത് നമ്മൾ വെക്കരുത് പ്രിയമുള്ളവരെ. സ്തോത്രലിയ അവൻ്റെ ജീവിതത്തിൽ അതൊരു വലിയ ട്രാജഡിയായി മാറി. തൻ്റെ മകൾ യുദ്ധം ജയിച്ചു വന്നപ്പോൾ അവനെ എതിരിടുവാനിടയായി തീർന്നു. ആ മകളെ യാഗമായി കൊടുക്കേണ്ടി വന്നു. ഞാനത് പറയുവാനല്ല, സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമായവരോ കൈക്കൊണ്ടില്ല. യേശുവിനെ സ്വന്തം സഹോദരന്മാർ പോലും ആദ്യം വിശ്വസിച്ചിരുന്നില്ല. അവൻ തള്ളപ്പെട്ടു, ദാസരൂപമെടുത്ത് മനുഷ്യനായി, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, താഴ്മ ധരിച്ചുകൊണ്ട് ക്രൂസിൽ നമുക്ക് വേണ്ടി നഗ്നനായി തീർന്നു. നമ്മളെ ആത്മീയമായി സമ്പന്നരാക്കുവാൻ, നിത്യതയിൽ സമ്പന്നരാക്കുവാൻ, ഈ ലോകത്തെ ജയിക്കുവാൻ നമുക്ക് വേണ്ടി കർത്താവ് യാഗമായി തീർന്നു. നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് എഴുതുന്നത് ഇങ്ങനെയാണ്: അതുകൊണ്ട് ദൈവം അവനെ സകല നാമത്തിനും മേലായ നാമം നൽകി അവനെ ഉയർത്തി. യേശു ആരാണെന്ന് തിരിച്ചറിയുന്ന നിലവാരത്തിലേക്ക് ദൈവം മറ്റുടയിൽ മാറ്റുവാനിടയായി തീർന്നു. അതുകൊണ്ടാണ് പത്രോസ്, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം പ്രഭുവായും രക്ഷിതാവുമാക്കി വെച്ചിരിക്കുന്ന സകല ഇസ്രായേൽ ഗൃഹവും അറിഞ്ഞുകൊള്ളട്ടെ.
ഇബ്താഗിൻ്റെ പൊസിഷനെ മാറ്റിയ ദൈവം, ഇസാഖിൻ്റെ സീസണെ മാറ്റിയ ദൈവം, അവൻ്റെ ടൈമിനെ മാറ്റിയ ദൈവം, 38 വർഷം കുളക്കരങ്കയിൽ മുടന്തനായി കിടന്ന മനുഷ്യനെ സ്വത്രം മാറ്റിയ ദൈവം ഇന്ന് പകൽക്കാലനെ നിങ്ങളെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മിനിസ്ട്രിയെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ലെവലുകളെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. ശുശ്രൂഷകളെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഫെയ്ത്തിനെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ 2 ഭാഗം വിവരിക്കാനാ വന്നേ. ഇബ്താഗിൽ നിർത്തുക അവിടെ. സ്തോത്രം, ഹല്ലേലൂയ. ദാനിയേൽ ആ ഭാഗം വിവരിക്കുന്നില്ല. പ്രവാസത്തിൽ പിടിച്ചുകൊണ്ടുപോയ ദാനിയേലും കൂട്ടരും, ആരും ശ്രദ്ധിക്കാത്ത എബ്രായ, ഇന്ന് യൂത്ത് മീറ്റിംഗ് ആണല്ലോ, നിങ്ങളോടൊരു ദൂത് പറയുകയാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ വിശുദ്ധിക്ക് വേണ്ടി നിന്നാൽ ദൈവം നിങ്ങളുടെ സീസണെ മാറ്റും, നിങ്ങളുടെ പൊസിഷനെ മാറ്റുവാനിടയായിത്തീരും. ദാനിയേൽ എബ്രായ ബാലന്മാരും അവർ ഒരു ഡിസിഷൻ എടുത്തു, വിശ്വാസത്താൽ ഒരു തീരുമാനമെടുത്തു. ഈ രാജ്യത്തിലെ രാജാവിൻ്റെ ഒരു ഭോജനങ്ങൾ ഞങ്ങൾ കഴിക്കുകയില്ല, ഇതുമായിട്ട് യാതൊരു കാര്യത്തിലും ഞങ്ങൾ സന്ധി ചെയ്യുകയില്ല, കോംപ്രമൈസ് ചെയ്യത്തില്ല, ഞങ്ങൾ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കും. അവർ ഡിസിഷൻ എടുത്തു, വിശ്വാസത്തിൽ ശക്തമായ തീരുമാനമെടുത്തു, ദൈവിക വിശുദ്ധിക്ക് വേണ്ടി അവർ നിന്നു. അതുകൊണ്ട് ദൈവം അവർക്ക് ജ്ഞാനവും വിവേകവും കൊടുത്തു. ഇന്ന് പകൽക്കാലം നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടുത്തെ ഒരു കൾച്ചറെ ഫോളോ ചെയ്യാതെ നിങ്ങളുടെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിൽ നിങ്ങൾ നിൽക്കുന്നുവെങ്കിൽ, യുവജനങ്ങളെ നിങ്ങൾ നിൽക്കുന്നുവെങ്കിൽ, ദൈവം നിങ്ങളെ മാനിക്കുവാനിടയായിത്തീരും. നിങ്ങൾക്ക് ജ്ഞാനം തരും, നിങ്ങൾക്ക് ബുദ്ധി തരും, നിങ്ങൾക്ക് വിവേകം തരും. നിങ്ങളുടെ സ്കൂളിൽ, നിങ്ങളുടെ കോളേജുകളിൽ നിങ്ങളുടെ സീസണെയും ടൈമിനെ മാറ്റുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മുടെ സീസണെ മാറ്റും. നമ്മൾ പാടി എന്ന് തീരും എൻ്റെ കഷ്ടം ഈ മഞ്ഞിൽ, നമ്മുടെ ദുഃഖവും പ്രയാസവും ഒക്കെ എന്ന് തീരും. ഒരു സമയമുണ്ട് കർത്താവിൻ്റെ വരവിങ്കൽ നമ്മൾ ആരാണ് അന്ന് തിരിച്ചറിയും. ലോകം വെറുത്തോർ വില നാം അന്നാളറിയും. നമ്മുടെ പൊസിഷൻ എന്താണെന്നറിയും. നമ്മുടെ രാജകീയ പുരോഹിതവർഗമാണ്. നമ്മുടെ ടൈമിനെയും സീസണെയും എല്ലാ കാലത്തും ചേഞ്ച് ചെയ്യുന്ന രാജാതിരാജനായ കർത്താവ് യേശുക്രിസ്തുവിന് ഒരിക്കൽ കൂടെ മഹത്വം കരയേറ്റിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ വിരാമം കുറിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ആൾ.